ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കഥയോ കവിതയോ വായിച്ചിട്ടില്ലാത്തവരായി നമ്മിൽ ആരും തന്നെ കാണുകയില്ല. ഒരു കഥ അല്ലെങ്കിൽ കവിത പേപ്പറിൽ മഷി കൊണ്ട് എഴുതപ്പെടുന്നു. എന്നാൽ ഈ മഷിയുടെയും പേപ്പറിൻ്റെയും രാസഗുണങ്ങൾക്ക് അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അവയ്ക്ക് ഉപരിയാണ് ഒരു കവിത എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ കൊണ്ടാണ് ഒരു കവിത എഴുതുന്നത്. എന്നാൽ അക്ഷരങ്ങൾ ഏതെങ്കിലും രീതിയിൽ ക്രമീകരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു കവിത രൂപം കൊള്ളുകയില്ല. ഒരു പ്രത്യേക അർത്ഥം ഉണ്ടാകുന്ന രീതിയിൽ അക്ഷരങ്ങൾ ക്രമീകരിച്ചു വെച്ചാൽ മാത്രമേ ഒരു കവിത അല്ലെങ്കിൽ കഥ ഉണ്ടാകുന്നുള്ളൂ. ഒരു കവിത അല്ലെങ്കിൽ കഥ പേപ്പറിൽ മഷി കൊണ്ട് അക്ഷരങ്ങൾ മുഖേന എഴുതപ്പെടുന്നു. എന്നാൽ ഈ മഷിക്കും പേപ്പറിനും അതുപോലെ അക്ഷരങ്ങൾക്കും എല്ലാം ഉപരിയാണ് ഒരു കവിത അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത്. കാരണം ഒരു കഥ അല്ലെങ്കിൽ കവിത ഇൻഫർമേഷൻ, അതായത് വിവരം ഉൾക്കൊള്ളുന്നു. ഈ വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ അത് രൂപം കൊള്ളണമെങ്കിൽ അതിനു പിന്നിൽ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഭാവനാവിലാസവുമുള്ള ഒരു മനസ്സിന്റെ പ്രവർത്തനം ആവശ്യമാണ്. മനുഷ്യനുൾപ്പെടെ ഏതൊരു ജീവിയുടെയും ശരീരം വളർന്ന് വികസിക്കുവാൻ തുടങ്ങുന്നത് ഭ്രൂണം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ഒരൊറ്റ കോശത്തിൽ നിന്നാണ്. ഈ ഭ്രൂണകോശത്തിന്റെ മധ്യത്തിലായി DNA എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഒരു ജീവിയുടെ ശരീരം എങ്ങനെ പണിതുയർത്തണം എന്നതിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എന്നതുപോലെ ഈ DNA-യിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കറിയാം, മലയാള ഭാഷയിൽ 50-ൽ അധികം അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരങ്ങൾ മാത്രമേയുള്ളൂ. വേണമെങ്കിൽ 4 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു ഭാഷയെക്കുറിച്ചും നമുക്ക് സങ്കല്പിക്കാം. ഈ DNA എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. 4 അക്ഷരങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 4 രാസാക്ഷരങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ലെറ്റേഴ്സ് ഉള്ള ഒരു ഭാഷ. ഈ 4 തരം രാസാക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ജീവിയുടെ ശരീരം എങ്ങനെ പണിതുയർത്തണം എന്നതിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും DNA-യിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനുഷ്യ ഭ്രൂണത്തിലെ DNA-യിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസാക്ഷരങ്ങളുടെ ആകെ എണ്ണം 300 കോടിയോളം വരും. നമുക്കറിയാം, ഈ ബാക്ടീരിയ അത് ഒരു ഏകകോശ ജീവിയാണ്. ഈ കൊളൈ എന്ന ബാക്ടീരിയ കോശത്തിലെ DNA-യിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസാക്ഷരങ്ങളുടെ എണ്ണം 45 ലക്ഷത്തോളം വരും. ഇപ്പോൾ നിങ്ങൾ കാണുക, എന്തുമാത്രം ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം ആണ് ഈ DNA-യിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ മുഴുവൻ പ്രകൃതിയിലെ സ്വാഭാവിക പ്രതിഭാസങ്ങളുടെ ഫലമായി തനിയെ രൂപം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്ന് കരുതുക. ഇപ്പം ബീച്ചിൽ മണൽപ്പുറത്ത് ഈ തിരമാലകൾ കയറി ഇറങ്ങി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യവും ഒരു തിരമാല കയറി ഇറങ്ങിപ്പോകുമ്പോൾ മണൽപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ, രേഖകൾ അത് തീർത്തിരിക്കും. ഇനി നിങ്ങൾ ബീച്ചിലൂടെ ഇങ്ങനെ കുറെ മുൻപോട്ട് നടന്നപ്പോൾ മണൽപ്പുറത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു: ദിസ് ബീച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഉടനെ നിങ്ങൾ കരുതുകയില്ല ഏതെങ്കിലും തിരമാലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പ്രകൃതി പ്രതിഭാസമോ കോറിയിട്ട ഒരു വാചകം അല്ലെങ്കിൽ സെന്റൻസ് ആയിരിക്കും ഇത് എന്ന്. കാരണം ഈ വാചകം അത് ഇൻഫർമേഷൻ അഥവാ വിവരം ഉൾക്കൊള്ളുന്നു. ഈ വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ രൂപം കൊള്ളണമെങ്കിൽ അതിനു പിന്നിൽ ബുദ്ധിശക്തിയുള്ള ഒരു മനസ്സിന്റെ പ്രവർത്തനം ആവശ്യമായിരിക്കുന്നു. ഇനി ഒരു കുരങ്ങിനെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുത്തിയിരിക്കുകയാണ് എന്ന് കരുതുക. കുരങ്ങിരുന്ന് ടൈപ്പ് ചെയ്യുകയാണ്. 1 വർഷക്കാലത്തോളം അത് ടൈപ്പ് ചെയ്തു. അവസാനം ഇത് ടൈപ്പ് ചെയ്ത ഈ അക്ഷരങ്ങളെല്ലാം പേപ്പറിൽ കോപ്പി ചെയ്തെടുത്തു. ഈ പേപ്പറുകളെല്ലാം ബൈൻഡ് ചെയ്ത് ഒരു പുസ്തകവും ആക്കി. ഈ പുസ്തകം നിറയെ അക്ഷരങ്ങളാണ്. പക്ഷെ ഈ പുസ്തകം വിവരം അഥവാ ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്നില്ല.
ഇനി നമ്മൾ വില്യം ഷേക്സ്പിയറുടെ ഒരു നാടകം അല്ലെങ്കിൽ നോവൽ, അതിന്റെ കാര്യം പരിഗണിക്കുക. ഇതും കുറച്ച് വലിയ പുസ്തകമാണ്. ഈ പുസ്തകവും നിറയെ അക്ഷരങ്ങളാണ്. പക്ഷെ ഈ പുസ്തകം വിവരം അഥവാ ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്നു. വിവരം അഥവാ ഇൻഫർമേഷൻ രൂപം കൊള്ളണമെങ്കിൽ അതിന് പിന്നിൽ ബുദ്ധിശക്തിയും ചിന്താശേഷിയുമുള്ള മനസ്സിന്റെ പ്രവർത്തനം കൂടിയേ തീരുകയുള്ളൂ. ജർമ്മൻകാരനായ ജോൺ ഗുട്ടൻബർഗ്, അദ്ദേഹമാണ് ആദ്യമായി അച്ചടി വിദ്യ കണ്ടുപിടിച്ചത്. ഇന്ന് ഒരാൾ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ DTP എടുക്കും. അത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പുസ്തകത്തിന്റെ പ്രിന്റ് അല്ലെങ്കിൽ കോപ്പികൾ ഉണ്ടാക്കുന്നത് ഈ DTP നോക്കിയാണ്. അപ്പോൾ ഈ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതിയ ആ ഒറിജിനൽ ബുക്ക്, അതിൽ നിന്ന് പിന്നീടുണ്ടാക്കുന്ന കോപ്പികൾക്ക് യാതൊരു വ്യത്യാസവും ഡീവിയേഷൻ സംഭവിക്കുകയില്ല. എന്നാൽ അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. ഒരാള് ഒരു പുസ്തകം എഴുതി, ഇനി അതിന്റെ കോപ്പി ഉണ്ടാക്കണമെങ്കിൽ മറ്റാരെങ്കിലും അത് കൈകൊണ്ട് പകർത്തി എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്യുന്നയാള് കുറച്ച് പ്രതിഭാസമ്പന്നനാണെങ്കിൽ ഈ കോപ്പി ചെയ്യുന്ന പ്രക്രിയക്കിടയിൽ അയാള് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തും, ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്നുമിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോപ്പി അത് ഈ ഗ്രന്ഥകർത്താവ് എഴുതിയ ആദ്യ ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉള്ളതായിരിക്കും. ഇനി മൂന്നാം തലമുറയിലെ കോപ്പി ഉണ്ടാക്കുന്നത് ഈ രണ്ടാം തലമുറയിലെ കോപ്പി നോക്കിയാണ് എന്ന് കരുതുക. ഈ പ്രക്രിയയിലും കുറെ മോഡിഫിക്കേഷൻസ്, കുറെ അഡീഷൻസ് ഒക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഏതാനും തലമുറകൾ കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന കോപ്പി ഈ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതിയ ആ ഒറിജിനൽ ബുക്കിൽ നിന്ന് കുറെ വ്യത്യാസമുള്ളത് ആയിരിക്കും. ഇവിടെ ഗ്രന്ഥകർത്താവ് ഒരു പുസ്തകം എഴുതുന്നു, അത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി ഇത് കോപ്പി ചെയ്യുന്നയാള് ഇതിനോട് കൂടുതൽ ഇൻഫർമേഷൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഈ വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ അതിന്റെ ആദ്യ രൂപീകരണവും പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകളും ബുദ്ധിശക്തിയും ചിന്താശേഷിയുമുള്ള മനസ്സുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് DNA കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഈ പരിണാമശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു പൊതുപൂർവികനിൽ നിന്ന് ആരംഭിച്ച് പരിണാമത്തിലൂടെയാണ് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികളും രൂപം കൊണ്ട് വന്നിട്ടുള്ളത്. ഈ പൊതുപൂർവികൻ ഒരു ഏകകോശ ജീവി, സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. അത് കുറച്ച് ലളിതമായിരിക്കും. അപ്പോൾ ആ ജീവിയുടെ ശരീരം എങ്ങനെ പണിതുയർത്തണം എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അതിന്റെ DNA കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരം കുറെ സങ്കീർണമാണ്. നമുക്ക് തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം, കിഡ്നി തുടങ്ങിയ ആന്തരിക അവയവങ്ങളുണ്ട്. അതുപോലെ കണ്ണ്, ചെവി, മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, പിന്നെ കാല്, കൈ ഇങ്ങനെ തുടങ്ങിയ ബാഹ്യ അവയവങ്ങൾ. അപ്പോൾ ഈ മനുഷ്യന്റെ DNA കോഡ് എന്ന് പറയുന്നതും കൂടുതൽ സങ്കീർണമായിരിക്കും. അപ്പോൾ ആദ്യമുണ്ടായ ഈ പൊതുപൂർവികൻ, ഏകകോശ ജീവി, അതിന്റെ DNA വളരെ കൂടുതൽ ഇൻഫർമേഷൻ കൂട്ടിച്ചേർത്താൽ മാത്രമേ മനുഷ്യന്റെ DNA കോഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ മനുഷ്യ ഭ്രൂണത്തിലെ DNA ഉപയോഗിച്ചിരിക്കുന്ന രാസാക്ഷരങ്ങളുടെ എണ്ണം 300 കോടിയോളം വരും എന്ന്. അപ്പോൾ ഇത്രയധികം ഇൻഫർമേഷൻ അത് പ്രകൃതിയിലെ സ്വാഭാവിക പ്രതിഭാസങ്ങളുടെ ഫലമായി തനിയെ ഉണ്ടായി വരും എന്ന് കരുതുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ അതിനെ വിശദീകരിക്കും. അതായത് മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ എന്നീ പ്രക്രിയകളിലൂടെ ഇതെല്ലാം തനിയെ ഉണ്ടായി വന്നു എന്ന്. അവർക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ നമ്മളൊരു കോമൺ സെൻസ് കൊണ്ട് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇത്രയും ബൃഹത്തായ ഇൻഫർമേഷൻ അത് പ്രകൃതിയിലെ സ്വാഭാവിക പ്രതിഭാസങ്ങളുടെ ഫലമായി തനിയെ രൂപം കൊണ്ടുവരികയില്ല. ഈ DNA സൂക്ഷിച്ചിരിക്കുന്ന ഈ ഇൻഫർമേഷൻ അത് രൂപം കൊണ്ടതിന് പിന്നിൽ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഭാവനാവിലാസവുമുള്ള ഒരു മനസ്സിന്റെ, അതായത് ദൈവത്തിന്റെ പ്രവർത്തനം തീർച്ചയായും ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ജീവൻ എന്ന് പറയുന്നത് ക്രമേണയുള്ള പരിണാമത്തിലൂടെ രൂപം കൊണ്ടുവന്നതാകാൻ ന്യായമില്ല. ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വിശിഷ്ട സൃഷ്ടി തന്നെയാണ്.